ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്നപ്പം ഞാൻ വിചാരിച്ചു ഒരു ഫിഷ് കറീൻ്റെ ലോങ് വീഡിയോ ഇടാന്ന്. ഫിഷ് പുളിമുഞ്ചി റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഫിഷ് പുളിമുഞ്ചീൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫിഷ് പുളിമുഞ്ചി ഒരു ഒത്തൻറ്റിക് മാംഗ്ലൂരിയൻ ഡിഷാണ്. ബട്ട് പേര് കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നമുക്ക് കഴിക്കാൻ പറ്റുന്ന കേരള ഡിഷ് മാതിരി തന്നെയാണിത്. സെയിം ടേസ്റ്റാണ്. ഒരു പ്രോപ്പർ കേരള സ്റ്റൈൽ ഫിഷ് കറി മാത്രം ഇഷ്ടപ്പെടുന്ന ആളാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ പുള്ളിക്കാരനും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. റമദാൻ ടൈമൊക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴേക്കാണ് ഇതിന് കൂടുതൽ സ്വാദായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സവാള, അതുപോലെ തന്നെ തക്കാളി, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, കൊച്ചുള്ളി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കുറച്ചെടുക്കുക. പിന്നെ ചെറിയതായി കട്ട് ചെയ്ത ഒരു സവാള, പിന്നെ ഒരു ചെറിയ പീസ് പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പുളി കൂടുതൽ ആയിട്ടുള്ള കറി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പുളി കൂട്ടിയിടാം. ഞാനിവിടെ ഒരു ചെറിയ പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു പാൻ ചൂടാക്കുക, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പിരിയൻ മുളക് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇതിന് ബ്യാഡ്ഗി മെണസൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് നല്ല കളറും അതുപോലെ തന്നെ എരിവും ഒക്കെ ഉണ്ട്. ഒരു 6-7 എണ്ണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലി, കുറച്ച് ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, കൊച്ചുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനി നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റാം. നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ല പേസ്റ്റാക്കി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കറിക്കുള്ള മസാല റെഡി. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയും ഉള്ളിയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണ്ടത്. കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറി നന്നായി ബോയിൽ ആവട്ടെ. ഗ്രേവി തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ അയല മീനാണ് എടുത്തിരിക്കുന്നത്. അയല മീനാണ് യൂഷ്വലി പുളിമുഞ്ചി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പാത്രം മൂടി വെച്ച് ഫിഷ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി ഓൾമോസ്റ്റ് റെഡിയായി. ഉപ്പും പുളിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. എനിക്കിപ്പോൾ ഇതൊക്കെ കറക്റ്റാണ്, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഫിഷ് പുളിമുഞ്ചി റെഡി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.